ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നാൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കത്രിക്ക കറി തയ്യാറാക്കി എടുക്കാം. ഈ കറി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 കത്രിക്ക എടുത്തിട്ടുണ്ട്. ഒരു കത്രിക്ക 8 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കത്രിക്കയുടെ ഒരു കളറൊന്ന് ചേഞ്ച് ആവാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളത്തിലോട്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അരക്കപ്പ് ചെറിയ ഉള്ളി, 11 വെളുത്തുള്ളി, വലിയൊരു കഷ്ണം ഇഞ്ചി ആയിരുന്നു എടുത്തിരുന്നത്. ഇഞ്ചി മാത്രം ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അരക്കപ്പ് തേങ്ങ ചിരകിയത്, ചെറിയൊരു തക്കാളി, ചെറിയൊരു സവാള, 1/4 ടീസ്പൂണ് ചെറിയ ജീരകം. ഇതിൽ തേങ്ങയും തക്കാളിയും സവാളയും ചെറിയ ജീരകവും കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇനി ഈ കറി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റൗവിൽ ഒരു കടായി ഒന്ന് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കത്തിരിക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു രീതിക്ക് ആയിട്ടുണ്ടെങ്കിൽ ഈ കത്തിരിക്ക നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ടായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അതേ കടായിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ആ ഒരു മിക്സും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്കൊരു ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പം നമ്മൾ ചേർത്തിരിക്കുന്ന ഈ ഉള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് വാടി കിട്ടിക്കൊള്ളും. എന്നിട്ട് 1-2 കറിവേപ്പിലയുടെ തണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഉള്ളിയുടെ ഒക്കെ ഒരു കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി. ഇനി പൊടിയുടെയൊക്കെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നല്ലോണം ഒന്ന് പൊടിയൊക്കെ ഒന്ന് നല്ലോണം മിക്സായി മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളി, സവാളയുടെ ഒക്കെ ആ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ പച്ചനെ തന്നെയല്ലേ ഈ തക്കാളിയും സവാളയൊക്കെ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചുവയുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ സമയത്ത് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലുള്ള ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ലോണം നമുക്ക് വറ്റിച്ചെടുക്കുക. മിക്സ് ചെയ്തെടുത്തിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് മിക്സാക്കി കൊടുത്തിട്ട് വെള്ളമൊക്കെ നല്ലതുപോലെ നമുക്ക് വറ്റിച്ചെടുക്കാം. നമ്മൾ ചേർത്തിരുന്ന ആ ഒരു അരപ്പിലുണ്ടായിരുന്ന വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ കറിയിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളം ഒന്ന് ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വാളംപുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പുളിയുടെ അളവും ഉപ്പ്, പിന്നെ നമ്മൾ കറിയിലേക്ക് എന്തോരം ഗ്രേവി വേണമെന്നുള്ള അളവിനനുസരിച്ചുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടെ. പിന്നെ ഈ കറി കുറച്ച് കുറുകിയ രൂപത്തിലുള്ളൊരു കറിയാണ്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് വാട്ടി വെച്ചിരിക്കുന്ന ഒരു കത്തിരിക്കയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി കുറച്ചും കൂടി ഒരു വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ കത്തിരിക്ക കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണ്ടേ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് താളിച്ചും കൂടി എടുത്താൽ മതി. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കത്തിരിക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താളിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകും വേപ്പിലയും ഒന്ന് മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണമല്ലോ കേട്ടോ. താളിപ്പിൻ്റെ ഇതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുത്തുള്ള കത്തിരിക്ക കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.